കൊച്ചിയുടെ നഗരകാഴ്ചകൾക്കായി ഒരു ഡബിൾ ഡെക്കർ കൊച്ചി സിറ്റി റൈഡർ എന്ന KSRTCയുടെ ആദ്യ കൊച്ചി ട്രിപ്പ് ഡബിൾ ഡെക്കർ യാത്രാവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം സൗത്ത് KSRTC സ്റ്റാൻഡിലാണ് നമ്മളിപ്പോഴുള്ളത്. ഏകദേശം 4:45 നമുക്കുള്ള ഡബിൾ ഡെക്കർ ഡിപ്പോയിലേക്ക് എത്തിയിട്ടുണ്ട്. ഡബിൾ ഡെക്കറിനെ കുറിച്ച് പറയുവാണെങ്കിൽ അശോക് ലൈലാൻഡിന്റെ ടൈറ്റൻ മോഡലാണിത്. ഫ്രണ്ട് എഞ്ചിൻ ബസ്സായി ഇതിന് 6 സിലിണ്ടർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിനാണുള്ളത്. ഈ എഞ്ചിന് 132 PS പവറും 420 ന്യൂട്ടൺ മീറ്റർ ടോർക്കും 5 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള ഈ ബസിന്റെ മാക്സിമം സ്പീഡ് വരുന്നത് 75 km/h ആണ്. ഹൈദരാബാദിലെ ആൽവിൻ ലിമിറ്റഡ് കമ്പനിയിൽ നിർമ്മിച്ച ബോഡിയിൽ KSRTCയുടെ മിനുക്കുപണിയിലാണ് ഈ രൂപത്തിലായത്. ലോവർ ഡെക്കിൽ 24 സീറ്റും അപ്പർ ഡെക്കിൽ 39, അങ്ങനെ ടോട്ടൽ സീറ്റ് കപ്പാസിറ്റി 63 ആണുള്ളത്. കൃത്യം 5 മണിക്ക് മുൻപായി തന്നെ യാത്രക്കാരെല്ലാം ബസ്സിൽ കയറിയിട്ടുണ്ട്. ആദ്യ സീറ്റിൽ തന്നെ നമ്മളും ഇടം പിടിച്ചു. KSRTCയുടെ സ്വിഫ്റ്റിന്റെ സൈറ്റിൽ ബുക്ക് ചെയ്യുന്ന ലോവർ ഡെക്കിന് 150 രൂപയും അപ്പർ ഡെക്കിന് 300 രൂപയുമാണ് പെർ ഹെഡ് ഈടാക്കുന്നത്. മൂന്നാറിലെയും തിരുവനന്തപുരത്തിലെയും പോലെ പുതിയ KSRTC ബസ്സല്ല ഇത്. പഴയ ബസ്സിന്റെ റീമേക്ക് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് കൊണ്ട് പല പോരായ്മകളും ഇവിടെ കാണാൻ സാധിക്കും. കൃത്യം 5 മണിയോടെ ആരംഭിക്കുന്ന യാത്ര തേവര, വല്ലാർപാടം, മറൈൻ ഡ്രൈവ്, ബോസ്നി പാലം കൂടി കൊച്ചിയുടെ ഹൃദയഭാഗങ്ങളെല്ലാം കവർ ചെയ്ത് രാത്രി 9 മണിയോടുകൂടി അവസാനിക്കുന്ന 4 മണിക്കൂർ ട്രിപ്പാണ്. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേരുന്നു. വല്ലപ്പോഴും കിട്ടുന്ന ഈ സായാഹ്നങ്ങളെ നമുക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ. പരസ്പരം പരിചയമില്ലെങ്കിൽ പോലും നമുക്ക് ഒന്നിച്ച് ആസ്വദിച്ചു പോകാം. കേരളത്തിലെ BTCയുടെ 3ാമത്തെ സംരംഭമാണിത്. ആദ്യത്തേത് തിരുവനന്തപുരത്തായിരുന്നു, രണ്ടാമത്തേത് മൂന്നാറും, 3ാമത്തേത് കൊച്ചി. കേബിള് വരുമ്പോൾ നോക്കണം, ഇനീഷ്യ അല്ലാത്തപ്പോൾ ഇനീഷ്യെന്നോ കേബിള് വരുമ്പോഴേ ജസ്റ്റ് ഒന്ന് താങ്ങാൻ മതി. കണ്ടക്ടർ പറഞ്ഞതുപോലെ കേബിൾ ലൈനുകൾക്കടിയിലൂടെ ബസ് കവർ ചെയ്യുമ്പോൾ കെയർഫുള്ളായി വേണം ആസ്വദിക്കാൻ. ഇപ്പോൾ നമ്മൾ മെട്രോയുടെ അടിയിലൂടെയാണ് കടന്നു പോകുന്നത്. ബസ് കവർ ചെയ്യുന്ന പ്രധാന സ്ഥലങ്ങളെല്ലാം കണ്ടക്ടർ മൈക്കിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. തിരക്കേറിയ ടൗണിലൂടെ കടന്നു പോകുമ്പോൾ നിരവധി പേരാണ് ബസ്സിനെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന് മുന്നിലൂടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഏരിയയിലേക്കാണ് നീങ്ങുന്നത്. ഈവനിങ്ങിൻ്റെതായ ട്രാഫിക് ബ്ലോക്ക് നല്ലതുപോലെ അനുഭവപ്പെട്ടു. എന്നിരുന്നാലും മ്യൂസിക് ബോക്സും പാട്ടുമൊക്കെയായി പരസ്പരം പരിചയപ്പെട്ട് ചില്ലായാണ് കണ്ടക്ടർ യാത്രയെ ആസ്വദിപ്പിക്കുന്നത്. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇന്ത്യയുടെ ഈ ഇമ്പോർട്ടൻ്റ് കപ്പൽ നിർമ്മാണശാലയിൽ നിന്നുമാണ് ഇന്നത്തെ INS വിക്രാന്ത് ഉൾപ്പെടെ 35ഓളം കപ്പൽ നിർമ്മിച്ചേക്കുന്നത്. ബസ് പുതിയ വെണ്ടുരുത്തി പാലത്തിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് ഷിപ്പ്യാർഡിന്റെ കപ്പലുകളും ദൃശ്യങ്ങളും കൂടുതൽ വ്യക്തമായി കാണാം. INS വിക്രാന്ത് വന്നതോടുകൂടി ഈ പാലത്തിനെ വെണ്ടുരുത്തി വിക്രാന്ത് ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. പഴയ കൊച്ചി റെയിൽവേ പാലവും ഇതിനോടൊപ്പം കാണാം. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കൊച്ചിയുടെ പഴയ എയർപോർട്ട്. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നതോടുകൂടി INS ഗരുഡ എന്ന ഇന്ത്യൻ നേവൽ ബേസായി ഇപ്പോൾ ഇത് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ബസ് COPT അവന്യൂ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലൂടെ ബസ് തിരിഞ്ഞ് ഇനി അലക്സാണ്ടർ റോപ്പ് വേ എന്ന സ്ഥലത്ത് 50 മിനിറ്റ്സ് ബ്രേക്കിന് വേണ്ടി നിർത്തും. ഈ സമയം നമുക്ക് ടീ കുടിച്ച് ഒന്ന് റീഫ്രഷ് ആവാനും അതല്ലെങ്കിൽ ബസ്സിനോടൊപ്പമുള്ള ഫോട്ടോസ് എടുക്കാനും വോക്ക് വേയിലൂടെ നടന്ന് തൊട്ടു മുൻപിലുള്ള വേമ്പനാട്ട് കായലിന്റെ ഭംഗി ആസ്വദിച്ച് സമയം ചെലവഴിക്കാം. ആദ്യമായിട്ടാണ് ഈ ഞാനത് വരുന്നത്.
നല്ലൊരു അനുഭവമാണ് ഇപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു സർവീസാണ്. ഞാൻ പലപ്പോഴും വിദേശങ്ങളിലും കണ്ടിട്ടില്ല. ഇപ്പോൾ മൂന്നാറൊക്കെ ഉണ്ട് പറയുന്നുണ്ട്, അത് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലൊരു സർവീസാണ് എനിക്ക് തോന്നുന്നത്. 15 മിനിറ്റിന്റെ ബ്രേക്കിന് ശേഷം വന്ന വഴിയിലൂടെ നമ്മൾ തിരിച്ചു പോവുകയാണ്. മറൈൻ ഡ്രൈവ് വഴി വല്ലാർപാടത്തേക്കാണ് ഇനി യാത്ര. മടക്കയാത്രയിൽ എല്ലാവരും പാട്ടുപാടാനും അവരവരുടേതായ പാർട്ടിസിപ്പേഷൻ മടിയില്ലാതെ അവതരിപ്പിച്ച് ബസ് നല്ല വൈബ് മോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. പാട്ടും ചിരിയും വർത്തമാനവും ഒക്കെയായി പെട്ടെന്ന് എല്ലാവരും പരിചയക്കാരും സുഹൃത്തുക്കളുമായി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത്തിരി എൻജോയ്മെന്റ് ആയിട്ട് തോന്നുന്നു. നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ എൻ്റർ ആയിക്കൊണ്ടിരിക്കുന്നത് പാർക്ക് അവന്യൂയിലേക്കാണ്. ഇവിടെ നിന്ന് നമുക്ക് മഹാരാജാസ് കോളേജിന്റെയും സുഭാഷ് പാർക്കിന്റെയും അപ്പർ വ്യൂ വ്യക്തമായി കാണാം. ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ മരച്ചില്ലകളും കേബിളുകളും അപ്പർ ഡെക്കിലേക്ക് ചാഞ്ഞു കിടക്കുന്ന വിധമാണ്. അതുകൊണ്ട് കൂടുതൽ കെയർഫുള്ളായി ഇരിക്കേണ്ടതുണ്ട്. അതുമാത്രമാണ് ഈ യാത്രയുടെ ഒരേ ഒരു ഡേഞ്ചർ ഫാക്ട്. ഈ അപകട സാധ്യത മുൻനിർത്തിയാണ് മട്ടാഞ്ചേരിയിലൂടെയും ഫോർട്ട് കൊച്ചിയിലൂടെയും നീളേണ്ടിയിരുന്ന ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്തത്. ബോട്ട് ജെട്ടിയും മറൈൻ ഡ്രൈവും ഹൈക്കോർട്ട് ജംഗ്ഷനും താണ്ടി നമ്മുടെ ബസ് മുന്നോട്ട് പോവാണ്. പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ നെപ്റ്റ്യൂൺ കോർട്ട്യാർഡിന്റെ പടുകൂറ്റൻ ഫ്ലാറ്റുകളാണ് ആ കാണുന്നത്. ഇതിനോട് ചേർന്ന് കാണുന്നതാണ് ഗ്രോസറി പാലം. ഇനി നമ്മൾ റൗണ്ട് അബൌട്ടിലുള്ള പേൾ ഓഫ് കൊച്ചി എന്ന ശില്പം കവർ ചെയ്ത് ഗ്രോസറി പാലത്തിലേക്ക് നീങ്ങുകയാണ്. ഇതാണ് ഗ്രോസറി പാലം. ഈ പേര് വരാനൊരു കാരണമുണ്ട്. എറണാകുളം നഗരത്തിലെ ബോൾഗാട്ടി, വല്ലാർപാടം, വൈപ്പിൻ എന്നീ ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന 3 പാലങ്ങളുടെ സെറ്റിനെയാണ് ഗ്രോസറി പാലം എന്ന് വിളിക്കുന്നത്. ആ കാണുന്നത് ബോൾഗാട്ടിയിലെ ലുലു കൺവെൻഷൻ സെന്റർ ആണ്. ഈ ഗ്രോസറി പാലത്തിലൂടെ പോകുമ്പോൾ തന്നെ അകലെയായി വല്ലാർപാടം പള്ളിയും നമുക്ക് കാണാം. ബസ് ഇപ്പോൾ വൈപ്പിനിലെ കാളമുക്ക് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ യാത്രയുടെ ലാസ്റ്റ് സ്റ്റോപ്പായി വരുന്നത്. ഇവിടെ നിന്ന് വണ്ടി തിരിഞ്ഞ് KSRTC സ്റ്റാൻഡിലേക്ക് പോകും വിധമാണ് ട്രിപ്പിന്റെ റൂട്ട്. ഈ ജംഗ്ഷന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ഹാർബർ ഉണ്ട്. ഇവിടെ വൈകുന്നേരങ്ങളിൽ ധാരാളം ഫ്രഷ് മീനുകൾ ചീപ്പ് റേറ്റിൽ കിട്ടും. തിരിച്ചു പോകും വഴി കാണുന്നതാണ് കൊച്ചിയുടെ കണ്ടെയ്നർ ടെർമിനലുകൾ. ഇവിടെ നിന്നാണ് കണ്ടെയ്നർ ലോഡുകളുടെ ഡിസ്പാച്ചുകൾ നടക്കുന്നത്. രാത്രിയായിക്കൊണ്ടിരിക്കുമ്പോൾ ആകെ തോന്നിയൊരു ബുദ്ധിമുട്ട് നമ്മുടെ റോഡിന്റെ ട്രാഫിക് ബ്ലോക്കും ഹോണടിയും മാത്രമാണ്. പക്ഷെ അതൊന്നും നമ്മുടെ യാത്രയെ ഒട്ടും ബാധിക്കാതിരിക്കാൻ കണ്ടക്ടർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ബസ് യാത്ര ഇപ്പോൾ നൈറ്റ് റൈഡ് വൈബിലേക്ക് എത്തിയിരിക്കുകയാണ്. ചുറ്റുമുള്ള കാഴ്ചകൾക്കും ഭംഗി കൂടിയതുപോലുണ്ട്. ഈ യാത്രയുടെ അവസാന നിമിഷങ്ങളിൽ കണ്ടക്ടർ പറഞ്ഞനുസരിച്ച് എല്ലാവരും അവരവരുടേതായ ഫീഡ്ബാക്ക് പറഞ്ഞു തുടങ്ങി. ഒരുപാട് നല്ല നല്ല റിവ്യൂകളും സജഷൻസും പലരും പറഞ്ഞു. അതൊരു 4:30 തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോസറി പാലത്തിൻ്റെ അവിടെ സൺസെറ്റിൻ്റെ സമയത്ത് എത്തണം. അപ്പം ആ 3 പാലവും നന്നായിട്ട് കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആയിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത്. ഈ മരത്തിൻ്റെ കാര്യം കുറച്ച് ഡേഞ്ചറാണ്. പ്രത്യേകിച്ച് നിങ്ങൾ നാളെ പോലെ ട്രിപ്പ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് അനൗൺസ് ചെയ്യണം. ആർക്കും അപകടം വരാതിരിക്കാതെ ശ്രദ്ധിക്കണം. അപ്പം നമ്മളിപ്പോൾ നോക്കിയാണ് പോകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ കോൾ എടുക്കുന്നത് വളരെ മാന്യമായിട്ട് ഇന്നലെയും വിളിച്ചു, ഇന്ന് രാവിലെ വിളിച്ചപ്പം അവിടുത്തെ മാഷ് നല്ല മര്യാദയോടുകൂടി നല്ലൊരു കോള് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. സാധാരണ ഇങ്ങനെയൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥം എടുക്കുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. പക്ഷെ അതൊന്നുമില്ലായിരുന്നു. വളരെ ഇതായിട്ട് നമ്മൾ കെയർ ചെയ്തായിരുന്നു. അപ്പം എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്ദി പറയുന്നു. ഞങ്ങളെ ഇതുപോലെ ഒരു കെയർ ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ മാസ്റ്റർക്കും പിന്നെ കണ്ടക്ടർ സാറിനും നന്ദി അർപ്പിക്കുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഒരു അരമണിക്കൂർ കൂടെ നേരത്തെ ആക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ മറൈൻ ഡ്രൈവിലൊക്കെ ഒന്ന് ഇറങ്ങി കാണണമെന്നുണ്ടായിരുന്നു. സമയപരിമിതി കൊണ്ടാണ് നമുക്ക് മനസ്സിലായി. അപ്പം അതുകൂടെ ഉൾപ്പെടുത്തുവാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ ഡബിൾ ഡെക്കർ സിറ്റി റൈഡ് 8:30 അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് നല്ല സായാഹ്ന കാഴ്ചകൾ സമ്മാനിച്ച ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു യാത്രാനുഭവങ്ങളുമായി കണ്ടുമുട്ടാം.